വന്ധ്യപുരാതനമായ ഒരു ഭവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് സവിശേഷമായ നിയ്യത്തോടെ. ബൈത്തുൽ അതീഖ് എന്നൊരു പ്രയോഗമുണ്ട്. ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ വന്ധ്യപുരാതനമായ ഭവനം എന്നാണ്. ആ ഭവനം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ഏകനായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കാനാണ്. ആ ഭവനത്തിൽ പിൽക്കാലത്ത് 360-ലധികം വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. വിഗ്രഹാരാധനക്കെതിരെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പ്രവാചകന്റെ വിഗ്രഹം വരെ ആ കഅബാലയത്തിൽ പിന്നീട് ഉണ്ടായി. നമുക്കറിയാം, ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ വന്ധ്യപുരാതനമായ ഭവനം എന്ന് പറഞ്ഞാൽ, ലല്ലദീ ബിബഖത മുബാറകൻ എന്ന് പറഞ്ഞാൽ, ലിതുൻദിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹു എന്ന് പറഞ്ഞാൽ ഒക്കെ കഅബാലയമാണ്. ആ കഅബാലയത്തിൽ പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. പോകാൻ ഏറെ കൊതിക്കുന്നവരുണ്ടാവും. ഇബ്രാഹിം നബിയുടെ വിളി കേട്ടവർക്കല്ലാതെ അവിടെ പോകാൻ പറ്റില്ല. അതൊരു അത്ഭുതമാണ്. ഇബ്രാഹിം നബിയോട് വിളിക്കാൻ പറഞ്ഞു അല്ലാഹ്. ആ വിളി കേട്ടവരല്ലാത്ത ഒരാളും ആ ബൈത്തുൽ അതീഖിൽ എത്തുകയില്ല, ലോകം അവസാനിക്കുന്നവരെ. നിങ്ങൾ ചോദിക്കും, ഇബ്രാഹിം നബി വിളിച്ച് ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. ഉണ്ട്. അവിടെ ആര് ഉംറക്കെത്തിയോ, അവിടെ ആര് ഹജ്ജിനെത്തിയോ, ഇബ്രാഹിം നബിയുടെ വിളി കേട്ട ആളാണ്. ആഹാ, ഈ തൃശ്ശൂരിൽ ഉള്ള ആള് കേട്ട്. സമയക്കുറവുള്ളതുകൊണ്ട് ഡീറ്റെയിലേക്ക് വരുന്നില്ല. അതൊരു അത്ഭുതമാണ്. ആ വിളിക്ക് അന്ന് ഉത്തരം ചെയ്യാത്ത ഒരാളും ലോകത്തിന്റെ ഒരിടത്തു നിന്നും കഅബാലയത്തിലെത്തില്ല. അപ്പൊ അവിടെ ചെന്ന ആളുകൾ, എത്തിയ ആളുകൾ, ആ വിളിക്ക് മുമ്പ് ഉത്തരം കൊടുത്ത ആളുകൾ. ആദം നബിയുടെ മുതുകുകളിൽ നിന്ന് ലോകം അവസാനിക്കുന്നവരെയുള്ള സകല മനുഷ്യരെയും അല്ലാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഉമ്മാന്റെ ഉദരത്തിലേക്ക് അവരെ മടക്കുക ചെയ്തു. വെറുമ്പാക്കല്ല, ഖുർആനാണ്, ഖുർആന്റെ വചനമാണ്. വായിക്കാത്തവർക്ക് ഒരു പക്ഷേ അത് അത്ഭുതമായി തോന്നാം. 7-ാം അധ്യായം സൂറത്ത് ആറാഫ് 172, 173. ആദമിന്റെ മുതുകുകളിൽ നിന്ന് മാനവകുലത്തെ മുഴുവനും അല്ലാഹ് സൃഷ്ടിച്ചു. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, ഡൽഹി ഇമാമിനെ, എല്ലാരെയും, കാർൽ മാർക്സിനെ, ലെനിനെ, എംഗൽസിനെ, മുസോളിനിയെ, ഡെമോസ്തനീസിനെ, അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ ഒക്കെ സൃഷ്ടിച്ചു. ഖുർആനാ പറയുന്നത്. എന്നാൽ അല്ലാഹ് എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചു. ആദം നബി മുതൽ ലോകത്തിലെ അവസാനത്തെ ആളെ വരെ അല്ലാഹ് എഴുന്നേൽപ്പിച്ചിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലേ നിങ്ങളുടെ പരിപാലകൻ? ഖാലൂ ബലാ ശഹിദ്നാ. നരേന്ദ്രമോദി പറഞ്ഞു എന്ന് അല്ലാഹ് പറയാണ്. ഖാലൂ ബലാ ശഹിദ്നാ, നരേന്ദ്രമോദി എന്ന ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീയാണ് എന്റെ റബ്ബ്. അയോധ്യയിലെ ക്ഷേത്രത്തിലെ പൂജാരിയോട് അല്ലാഹ് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ ചങ്ങായി അന്റെ റബ്ബ്? അന്നാ സ്വാമി പറഞ്ഞു. ഒന്നുകൂടെ പറയാം, 7-ാം അധ്യായമാണ് 172. ഇന്നെടുത്ത് പോയി നോക്കിട്ടോ. ഒരുപക്ഷെ ആദ്യമായിട്ട് എനിക്ക് ഇത് കേൾക്കുന്നതന്നെ ചിലർ. അതേപോലെയാണ് ഇബ്രാഹിം നബിന്റെ വിളിക്ക് ഉത്തരം നൽകിയാലേ, ഞാൻ ഹജ്ജിന് പോവാണ് എന്നൊരാള് പറഞ്ഞു, യാത്ര പറഞ്ഞു, അവിടെ എത്തി, ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന അതിന്റെ അർത്ഥം ഇബ്രാഹിം നബിന്റെ വിളി കേട്ട ആളാണ് ആ പോയത്. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഡീറ്റെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുത്തുബ് കേസിച്ചു. അപ്പൊ അങ്ങനെയുള്ള വന്ധ്യപുരാതനമായ കഅബാലയം ഓർക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ കഅബാലയത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഗർഭകാലഘട്ടത്തിൽ ഗർഭപാത്രം വികസിക്കുന്ന പോലെ കഅബാലയം വികസിക്കുന്നതാണ്. അത്ഭുതകരമായ ഒരു ശാസ്ത്രമാണ് ആ പറയുന്നത്. മുത്തനബി സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ഗർഭപാത്രത്തിന്റെ വികാസത്തിന്റെ പൂർണ്ണതയെ അറിയാനുള്ള എംബ്രിയോളജി ഒന്നും, അനാട്ടമി, ആന്തരിക അവയവങ്ങൾ, അല്ലെ, ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസിൻ സാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. സൂറത്തു സുമറിലാണ്. ഇത് 39-ാം അധ്യായം 6-ാമത്തെ വചനം. ഗർഭപാത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളൊന്നും അറിയാത്ത കാലത്ത് ഗർഭപാത്രം വികസിക്കുന്ന പോലെ
കഅബാലയം 250 രാഷ്ട്രങ്ങളിൽ നിന്ന് എത്രമേൽ ജനങ്ങൾ വന്നാലും അവരെ കഅബ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാല് ഈ സ്ട്രക്ചറിലാണ് കഅബാലയമെങ്കിൽ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് ആളുകൾ കയറുന്നതിനനുസരിച്ച് കഅബാലയം സ്വയം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ കണ്ണിന് കാണാൻ പറ്റില്ല. മുത്തുനബി അവർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നാൽ ഗർഭപാത്രത്തിന്റെ വികാസം അറിയണമെങ്കിൽ ഒരു അത്ഭുതം കൂടെ അറിയണം. ഗർഭപാത്രം ഗർഭമല്ലാത്ത കാലത്ത് ഒരു ടീസ്പൂണിന്റെ വലിപ്പം ഉണ്ടാവുക. ഒരു സ്പൂണിൽ ബലൂൺ വെച്ചത് ഇങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടി ഒരു സ്പൂൺ എടുക്കൂലേ നമ്മള്? ആ സ്പൂണിൽ ഒരു ബലൂൺ, വീർപ്പിക്കാത്ത ഒരു ബലൂൺ വെക്കൂലേ? ആ ബലൂൺ വീർപ്പിച്ചതിന്റെ സമ്മിറ്റിലെത്തിയാൽ ആ സ്പൂണിൽ കൊള്ളു അത്. ദാറ്റ്സ് ഓൾ. ഇനിയും മനസ്സിലാവണില്ലേ? നാമിന്റെ വർത്താനമില്ല. അങ്ങനെ കഅബാലയം വികസിക്കുന്ന അല്ല പറയാൻ. ആ കഅബാലയം ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ആൽ ഇംറാൻ 200 ആയത്താതിലുള്ളത്. 3-ാം അധ്യായം 196, 97 വചന. അള്ളാനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ കഅബാലയം, അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടായ കഅബാലയം, ബൈത്തുൽ അതീഖ്, വന്ധ്യപുരാതനമായ ഭവനം. ആ ഭവനത്തിലേക്ക് ആളുകൾ പോവുകയാണ്. വലിയൊരു യാത്രയാണ്, വലിയൊരു പ്രതീക്ഷയാണ്. ഉമ്മ പെറ്റ അവസ്ഥയിൽ തിരിച്ചു പോരാൻ വേണ്ടിയാ പോണത്. അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നത് ശരീരമല്ല, അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നത് ആത്മാവാണ്. ആത്മാവിന്റെ ശുദ്ധീകരണമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അല, അറബിയിൽ അല എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യത്തിലേക്കുള്ള എൻട്രിയാണത്. ആശ്ചര്യകരമായ ഒന്നിലേക്ക് നമ്മളൊരാളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല, അറബിയിൽ അങ്ങനെ അല. ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അല വഹിൽ ഖൽബ്. തിരുദൂതരുടെ മൊഴിസാഗരങ്ങളിൽ നിന്ന് ഒന്ന്, അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം നന്നായി, നിങ്ങൾ ടോട്ടലി നന്നായി. അത് കേടുവന്നാലോ, നിങ്ങൾ മൊത്തത്തിൽ കേടുവന്നാലാ വഹിൽ ഖൽബ്. അത് ഹൃദയമാണ്, നിങ്ങളുടെ കൽബാണ്. ആ കൽബ് നന്നായാൽ, അത് നന്നാക്കാനാണ് ഹജ്ജിന് പോണത്. എല്ലാ അസൂയയും വിരോധവും വിദ്വേഷവും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പോക്കാണത്. അതുകൊണ്ട് ഈ തരുണത്തിൽ, ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച മുസ്തഫ മദനി അനുഗ്രഹീത കുടുംബം അല്ലേ, അത്ഭുത മാതൃക എന്നൊരു വിഷയം ഇവിടെ അവതരിപ്പിച്ചു. നിങ്ങൾ കേട്ടു, ഞാനും കേട്ടു. ആ ഖുതുബ ഞാനും കേട്ടു, നിങ്ങളും കേട്ടു. അതിന്റെ മറ്റൊരു ഭാഗം വളരെ പ്രാധാന്യത്തോടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളത്തോടെ ജീവിക്കാൻ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടായി. ഞാൻ ആശയം പറയല്ല. നമ്മള് ഇലക്ഷന്റെ ആ പ്രസംഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവും. അൽഹംദുലില്ലാഹ്, പ്രാർത്ഥനയായിരുന്നല്ലോ. പ്രാർത്ഥന വലിയ ആയുധമാണ്. പ്രാർത്ഥന എന്നതൊരു വലിയ ആയുധമാണ്. ആ പ്രാർത്ഥനയുടെ ചില റിസൾട്ടുകൾ നമ്മൾ കണ്ടു. അൽഹംദുലില്ലാഹ്. ഇനി എല്ലാവരും ഒത്തുപിടിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വോട്ട് നമ്മൾ കൊടുക്കുന്ന വോട്ട് ശിഥിലീകരിക്കപ്പെടരുത്. മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന ഒറ്റ കുട്ടിക്കും വോട്ട് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഇന്ത്യ ഒരു കാലത്തും ഫാസിസത്തിന്റെ കയ്യിൽ പോകില്ല കേട്ടോ. അതൊരു വലിയ പോയിന്റാണ്. നല്ലോണം ചിന്തിച്ചാൽ മനസ്സിലാവും. 10 ആള് മത്സരിക്കുക, 10 ആൾക്ക് വോട്ട്, ആർക്കിട്ട് ഉപകാരമില്ല. അങ്ങനെ എല്ലാരും ചെയ്യുന്നുണ്ട്. 4 ആളായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി. അതിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഒരു കാരണം അതാണ്. അധികാരം മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, രാജ്യത്തെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല മനുഷ്യന്മാരെ. അതിന്റെ ദുരന്തമാണ് അനുഭവിച്ചത്. ഏത് പാർട്ടി ആയിരുന്നാലും, ആരെയും പ്രത്യേകം പറയല്ല ഞാൻ, പക്ഷേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതിലൊക്കെ. ഏതോ ആവട്ടെ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണിത്. അവിടെയാണ് ഇസ്ലാമിക സമൂഹം. ഇവിടെ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഇതൊക്കെ മാറി മറിഞ്ഞു വരും. ദുഃഖവും സുഖവും ആകുലതകളും എല്ലാം മാറി വരും. ഫാസിസവും അല്ലാത്തതും ജനാധിപത്യവും ഒക്കെ മാറി വരും. നല്ല സുഖകരമായ ഭരണം ഉണ്ടാവും, അല്ലാത്തതുണ്ടാവും, എല്ലാം ഉണ്ടാവും. പലസ്തീൻ ഉണ്ടാവും, ഇസ്രായേൽ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടേ ലോകം പോവും. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹ് എത്ര ഇഷ്ടമാണ്. എന്നിട്ട് എന്തേ ഇബ്രാഹിം നബിക്ക് നമ്രൂദിന് കൊടുത്ത അധികാരം കൊടുക്കാത്തത്?
കണ്ടില്ലേ? അല്ല ചോദിക്കാണ്, കണ്ടില്ലേ നിങ്ങൾ ഫിറൗനെ നമ്രൂദിനെ കണ്ടില്ലേ? ഞാൻ അധികാരം കൊടുത്തിട്ട് ഓൻ ഇബ്രാഹിം നബി ആയിട്ട് തർക്കി. ഞാനൊരു നബീനെ നിയോഗിച്ചയച്ചു, എന്നിട്ട് ഞാൻ കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് അവൻ വാക്കസർത്ത് നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ? സൂറത്ത് ബഖറയിൽ 258 ആ ഭാഗത്ത് ആ പരാമർശം കാണാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. സൂറത്ത് ബഖറയിൽ 258 അത് പറയും, അന്നാത്താഹുല്ലാഹുൽ മുൽക്ക്, ഞാൻ അധികാരം കൊടുത്തുകൊണ്ട് തർക്കിക്കുന്ന നമ്രൂദിനെ കണ്ടില്ലേ? അപ്പൊ നമ്രൂദിന് അധികാരം കൊടുത്ത അള്ളയാണ്. മറുഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. എന്നിട്ടും ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ടുള്ള പ്രവാചകത്വം നമ്രൂദിന് കൊടുത്തില്ല. ആ പ്രവാചകത്വമാണ് മൗലികം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം സമ്മാനിക്കുന്നതിനേക്കാൾ വലുതായി ഈമാനുള്ള ഒരാൾക്ക് വേറൊന്നില്ല എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കും. ഇനി നമ്മൾ ചിന്തിക്കാൻ, ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞപ്പോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞപ്പോ, ഈ രണ്ട് ദൂതന്മാരെ പറ്റി പറഞ്ഞപ്പോ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് നമുക്കുള്ള മാതൃക? നമുക്ക് ഈ ഇരിക്കുന്ന നമുക്ക് ഒരുപാട് ആൾ ഒരുപക്ഷെ ഈ ഖുത്ബ പിന്നീട് കേട്ടേക്കാം. ആരൊക്കെ എന്തൊക്കെ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തൃശ്ശൂരത്തെ ഖുത്ബ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പലരും വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. ഏതായിരുന്നാലും എന്താണ് ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹ് പറയുമ്പോൾ? സൂറത്ത് മുംതഹന എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. 60-ാമത്തെ അധ്യായമാണ് സൂറത്ത് മുംതഹന. വായിക്കേണ്ട അധ്യായമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അധ്യായമാണ്. നമ്മൾ മനസ്സിരുത്തി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഖുർആനിന്റെ കൂടെ സഞ്ചരിക്കുക. ഖുർആനിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. വേറെ ഒന്നിനും ഇല്ലാത്തൊരു മാസ്മരികത അള്ളാന്റെ ഗ്രന്ഥത്തിനുണ്ട്. അത് മനുഷ്യനിങ്ങനെ നന്നാക്കിക്കൊണ്ടേയിരിക്കും, മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും, ഉൾക്കാഴ്ച ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിൽ പെട്ടൊരു കാര്യമാണ് മഹാനായ, നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം ഒരു ഖുർആനിക വചനം പറയാം. 16-ാം അധ്യായം 125-ാമത്തെ വചനമാണ്. തേനീച്ച എന്ന് പറയുന്ന അധ്യായം. സൂറത്ത് നഹ്ലിൽ 125-ാമത്തെ വചനം എല്ലാവർക്കും കേട്ട് പരിചയമുള്ള, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ ഇന്ന റബ്ബക ഹുവ അലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അലമു ബിൽ മുഹ്തദി. ഇതാണ് ഖുർആന്റെ വചനം. അർത്ഥം ഇങ്ങനെയാണ്: യുക്തിദീക്ഷതയോടുകൂടിയും സതുപദേശത്തോടുകൂടിയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഒരുപാട് മുസ്ലിം സംഘടനകള്, ഒരുപാട് ആളുകൾ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, വെള്ളിയാഴ്ച നമ്മൾ ഈ ഖുത്ബയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് നമ്മുടെ ഒരു ജീവിതത്തിലേക്കും കൂടെ അതിനൊന്ന് നന്നായിട്ട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ കുറിച്ച് എന്താണ് ആ പറയുന്നത് നമുക്ക് തോന്നുമ്പോൾ നമ്മളത് നമ്മുടെ ജീവിതത്തോട് അതിനെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ നമ്മളെ വിചാരണ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വിചാരണ ചെയ്താൽ ഇന്ന് കിട്ടുന്ന ചില പോയിന്റുകളെ കുറിച്ചാ പറയും. ജീവിക്കുന്നു, നമ്മൾ എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നു, ബിസിനസിന്റെ പിന്നാലെ പോകും. സത്യത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് ആലോചിച്ചു, ദുനിയാവിന് വേണ്ടിയല്ലേ ഏറ്റവും കൂടുതൽ ഓടിയത് അല്ലെ? സത്യത്തിൽ ഓരോരുത്തരും അവനവനെ ഒരു പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ, അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാവോ? നമുക്ക് പറയാൻ പറ്റുമോ? സയ്യിദ് ഫാറൂഖി അൽഫിത്ര എന്ന് പറയുന്ന ഒരു പഠന സംരംഭത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്ന ഫാറൂഖി മരിച്ചു. അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ഓരോ മരണ വാർത്തകളും നമ്മളോട് പറയുന്നത് എന്താണ്? ഇന്ന് അദ്ദേഹം, നാളെ നമ്മളല്ലേ. ആ മരണം വരുമ്പോ മുത്മയിന്നത്തായ ഒരു മരണം നമുക്ക് ലഭിക്കുമോ? അതാണ് ശരിക്കും ഹജ്ജിന്റെ സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. എന്താണ് ശരിക്കും അതല്ലേ ഹജ്ജ്? മശ്അറുൽ ഹറമിലെത്തുമ്പോഴും കഅബാലയത്തിലെത്തുമ്പോഴും അത് തവാഫ് ചെയ്യുമ്പോഴും എല്ലാം ആലോചിക്കാൻ മരണത്തെ കുറിച്ചല്ലേ. ഇതെന്തിനാ ഈ ഭാഗത്ത് ഹുദുവന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ച് അതുപോലെ ചെയ്തോളൂ. എന്തിനാത്? അല്ലാഹുവിങ്കൽ അത് സ്വീകാര്യമായ മഖ്ബൂലായ അല്ലെ, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഒരു ഉംറയായ ഹജ്ജ് ഉംറയായി തീരാൻ നമ്മൾ എത്ര ദുആ ചെയ്യാറുണ്ട്. എങ്കിൽ അള്ളാഹു പറയാണ്, അങ്ങേയറ്റത്തെ നല്ല രീതിയിൽ ജനങ്ങളുമായി നിങ്ങൾ പടച്ചോന്റെ ആശയം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ആളുകളോട് സത്യതയും പറഞ്ഞ് ഓരോ ദിവസവും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? എനിക്കറിയില്ല. എനിക്ക് കൃത്യമായി അറിയാം. ഓരോ ദിവസം ആളുകൾ ഓരോ മലയാളക്കരയിലെ പലതും അപ്പപ്പോ എന്റെ ഫോണിൽ വരും. ഇതാ ഇന്നാള്. അതിന് പല കാരണമുണ്ട് എന്ന് കൂട്ടിക്കോളും. ഈ ആളുകളൊക്കെ വരുന്നു, നമ്മളോ? അവര് വന്നിട്ട് അവരുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ അത്ഭുതപ്പെട്ടു. അവര് ജീവിതത്തിൽ ഒരുപാട് ശിർക്കിലും കുഫറിലും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഈ തൗഹീദ് ഇങ്ങോട്ട് കിട്ടിയിട്ട് അവരുടെ ഒരു വെളിച്ചവും അവരുടെ ഒരു മനസ്സും അവർക്ക് അല്ലാഹുവിലേക്ക് എത്തിയാൽ മതി. അങ്ങനെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പുതിയ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ. പക്ഷെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ, അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്,
വളരെ സവിശേഷമായ ആളുകളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന തെളിവുകളെ കൊണ്ട്, ഉപദേശം കൊണ്ട്, ഷോൾഡറിൽ തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട്, നെഞ്ചത്ത് തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന സംഘമാകാൻ. ശരിക്കും നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണ്? പടച്ചവനിലേക്ക് മനുഷ്യരെ, അതിൽ ഒരു കക്ഷിത്വം ഇല്ലല്ലോ. ഒരു നേതാവിലേക്കല്ല, ഒരു പാർട്ടിയിലേക്കല്ല, ഒന്നുമല്ല, റഹ്മാനായ റബ്ബിലേക്കാണ്. ഈ വായുവും വെള്ളവും അനുഗ്രഹവും ഒക്കെ നൽകിയ, നിങ്ങൾ നോക്ക്, ചുരുങ്ങിയ ദിവസം കൊണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ ഞാൻ മഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേ കേരളത്തിൽ എന്താ ഉണ്ടായിരുന്നു, ഒന്ന് ഇസ്തിഗ്ഫാർ നടത്തി നോക്കി, മഴ കിട്ടും എന്ന് പറഞ്ഞിരുന്ന ആ ഒരാഴ്ചയുടെ ഉള്ളിൽ പെയ്ത മഴയ്ക്ക് വല്ല. ഇതെല്ലാം വെറുതെ പറയാൻ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു വെള്ളിയാഴ്ച അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയ സമൃദ്ധമായ മഴ, പല സ്ഥലവും വെള്ളത്തിലട് മുങ്ങിപ്പോയി. 3.5 മണിക്കൂർ മഴ കിട്ടുമല്ലോ അന്ന്. 3.5 മണിക്കൂർ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പടച്ചോൻ അത്ര ആവശ്യമുള്ളൂ. വളരെ നിസ്സാരമായ ഒരു സമയം കൊണ്ട് അല്ലാഹു ഭൂമി തണുപ്പിച്ചു തന്നു. പക്ഷേ കടലിലൊക്കെയുള്ള ആഗോള താപനം, അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, കടലിന്റെ ഉപരിതലൊക്കെ ചുട്ട് പതയ്ക്കുന്ന ചൂടാണെന്നാണ് പറയുന്നത്. പല കാരണങ്ങൾ, മഞ്ഞുമലകളൊക്കെ ഉരുകും, മഴ പെയ്യാതെ തന്നെ ഭൂമി വെള്ളത്തിനടിയിലായി പോകുന്ന പറയുന്നത്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് അതൊരു ടോപ്പിക്കായിട്ട് ഞാൻ പിന്നീട് അവതരിപ്പിക്കും. ആഗോള താപനം അത് ചർച്ച ചെയ്യുമ്പോൾ ദീനിയായ ഒരുപാട് ഖുർആനിക വചനങ്ങൾ പറയാനുണ്ട്. ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നും വളരെ സവിശേഷമായ ചർച്ച ചെയ്തുകൊണ്ട്, ഞാൻ ഈ പറയുന്ന സെക്കൻഡിൽ പോലും ആഗോള താപനം ചർച്ച ചെയ്യാം. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ഗ്ലോബൽ വാർമിംഗ് അടിച്ചു. നമ്മളറിയാം, നമ്മളെ AC ഇട്ടിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല. ഈ AC പുറത്തേക്ക് വിടുന്ന CFC, ഫ്ലൂറോ കാർബൺ, അതുണ്ടാക്കുന്ന ദുരന്തം എത്രയാ? ഫ്ലൂറോ കാർബൺ അതുണ്ടാക്കുന്ന ദുരന്തം എത്രയാ? അതൊക്കെ വളരെ വലുതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോണില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് കഴിഞ്ഞ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം ഹാജറ ബീവിയെ കുറിച്ച് പറഞ്ഞു, സാറാ ബീവിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. എന്താണ് ആ മാതൃക? എന്താണ് ആ മാതൃക? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇബ്രാഹിം നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിട്ടു. ഞാൻ എൻ്റെ ഒരു മോനെ പേരിട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും പേരിട്ടിട്ടുണ്ടാവും. ഇബ്രാഹിം പേരിട്ടിട്ട് ഇബ്രാഹിം നബി പഠിപ്പിച്ച ആശയത്തിനെതിരെ ജീവിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. കടലിൽ, കാറ്റിലും കപ്പലിലും പെട്ടിട്ട് മുങ്ങിപ്പോകും തോന്നുമ്പോൾ മൊയ്തീൻ ഷെയ്നെയും ബദരീങ്ങളെയും വിളിക്കുന്ന മനുഷ്യന്മാര്. നേരെ മറിച്ച് ഇബ്രാഹിം നബി ആരാ? അത് ഖുർആനിനെ പഠിച്ചാൽ മതി. എനിക്ക് തോന്നാറില്ല എന്നറിയാം, വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് എന്താണ് മനസ്സിലാകേണ്ടത്? നോക്കൂ, ഇത് 12 പേജിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് മാത്രം പറയുന്ന ഖുർആൻ ആയത്തുകളുടെ ക്രോഡീകരണം. ഒരു ഖുത്ബയുടെ പരിമിതിയിൽ ഇത് തീരൂല, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആനിലൂടെ ഒന്ന് കടന്നുപോയാൽ എവിടെയാണ് ഇന്നത്തെ മുസ്ലിമിന്റെ വിശ്വാസം ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നത്? ഇബ്രാഹിം നബി തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനല്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും റബ്ബല്ലാത്ത ഒരു സൃഷ്ടിയെ പേടിച്ച വല്ല ചരിത്രം അദ്ദേഹത്തിനുണ്ടോ? വല്ല ഔലിയാക്കളെ പിന്നാലെ പോയ വല്ല ചരിത്രമുണ്ടോ ഇബ്രാഹിം അലൈഹിസ്സലാം? പടച്ചോൻ എന്നൊരു ചിന്ത മാത്രം. ആ അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അതാണ് നമ്മൾ നോക്കൂ. ഖദ്കാനത്തുലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഖുർആന്റെ വചനമാണ്. സൂറത്ത് മുംതഹന 60-ാം അധ്യായം 4-ാമത്തെ വചനം. അതിൽ പറയാണ്, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. വല്ലദീന മഅഹു, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിലും, അതായത് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ സ്വഹാബത്തിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്താണ് മാതൃക? ഇത് ഇത്രയും കേട്ട് മനസ്സിൽ വെച്ചോ. അല്ലാഹു സൂറത്ത് മുംതഹനയിൽ 4-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും നിങ്ങൾക്ക് ഉത്തമ മാതൃക. ആർക്ക്? ലോക അവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് മാതൃക. എന്തായിരുന്നു ആ മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹി, അവർ അവരുടെ ജനതയോട് പറഞ്ഞ കാര്യത്തിൽ. എന്തേ അവർ പറഞ്ഞത്? ഇന്നാ ബുർആഉ മിൻകും വമിമ്മാ തഅബുദൂന നോക്കൂ, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഅ്ദാഹു അബദാ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ. എന്താണ് അർത്ഥം? ഒരു ഖുർആനിക വചനമാണ്. നമ്മളൊക്കെ വായിക്കുന്ന ഖുർആനിലെ വചനമാണ്. പലരും ഇത് പറയില്ല, പേടിയാ. എന്താ പ്രശ്നം? കേട്ടോളൂ, നിങ്ങൾ അർത്ഥം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാ പറയാത്തത്. എന്തിനത് പറയുന്നത്? അള്ളാഹ് പറഞ്ഞൊരു കാര്യം മൂടി വെച്ചാൽ, സൂറത്ത് ബഖറ 159, 160 വചനം. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ അതിന്റെ അർത്ഥം? അള്ളാഹ് അവതരിപ്പിച്ച ഒരു ആയത്ത് മൂടി വെച്ചാൽ
അള്ളാഹ് അവതരിപ്പിച്ച ഒരു ആയത്ത് ജനങ്ങളോട് പറയുന്നതിൽ എന്തെങ്കിലും ഒരു പേടി ഒരുത്തന് തോന്നിയാൽ, എന്നിട്ട് ഓൻ ആ ഖുർആന്റെ വചനത്തെ മൂടി വെച്ചാൽ അള്ളാഹ് അവനെ ശപിക്കും. കോടിക്കണക്കിന് മലക്കുകൾ അവനെ ശപിക്കും. ലോകത്തിലെ മനുഷ്യകുലം മുഴുവനും അവനെ ശപിക്കും. അങ്ങനെ എല്ലാവരുടെ ശാപുക ഏറ്റുവാങ്ങാൻ ഒരു വ്യക്തി വിധിക്കപ്പെടും. എപ്പോ? ഖുർആനിലുള്ള പച്ച സത്യം പറയാൻ ഞാൻ എന്താവും, അല്ലെ എന്റെ കാര്യം എന്താവും, നാട്ടുകാരെന്ത് വിചാരിക്കൂ, സർക്കാരിന്റെ പേരിൽ കേസെടുക്കോ, നാട്ടുകാർ എനിക്ക് എതിരാവോ, എന്റെ അയൽവാസി എനിക്ക് എതിരാവോ എന്നൊക്കെ തോന്നുമ്പോ ചില ഖുർആന്റെ വചനം ചിലര് പറയില്ല, മൂടി. എന്നാൽ ഈ വചനം പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഏതില്? അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞു. എങ്ങനെ? അവരുടെ പ്രബോധിത സമൂഹം. നമുക്കൊരു പ്രബോധിത സമൂഹം ഉണ്ടല്ലോ തൃശ്ശൂർ ജില്ലയിലും പരിസരത്തും. ഈ പള്ളിയിൽ പങ്കെടുക്കുന്ന പലരും വേറെ ജില്ലയിലൊക്കെ ഉള്ളവരായിരിക്കും. പല നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവും, യാത്രയിൽ വന്ന് വിട്ടവരുണ്ടാവും. അവരെല്ലാം കേൾക്കട്ടെ. അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞു, നിങ്ങളുമായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായിരിക്കും. നിങ്ങളുമായും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരുമായും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞങ്ങൾ ബറാഅ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് ബറാഅ്? അകലം. ഞങ്ങൾ നിങ്ങളോട് ബറാഅ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വലാ ഇല്ല നിങ്ങളോട്. വലാ എന്ന് പറഞ്ഞാൽ മൈത്രി ബന്ധം. അത് നിങ്ങളോടില്ല. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ബറാഇലാണ്, വിട്ടുനിൽക്കുന്നു. നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കാരണം എന്താ? നിങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ? നിങ്ങളുടെ ആദർശം ശരിയല്ല. നിങ്ങളുടെ ആദർശം നന്ദികളിൽ അധിഷ്ഠിതമാണ്, ശിർക്കാണ്. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം, പ്രപഞ്ചനാഥനെ ആരാധിക്കേണ്ടതിന് പകരം നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബിക്കും അബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഅ്ദാഹു അബദാ. ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയിലും വിദ്വേഷത്തിലുമാണ്. എന്തിന്റെ പേരിൽ? ഒരു ആദർശത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ശത്രുതയിലാണ്, വിദ്വേഷത്തിലാണ്. നിങ്ങളുടെ ആദർശവും ഞങ്ങളുടെ ആദർശവും ഒന്നല്ല. നമ്മുടെ രണ്ടുപേരും രണ്ട് വഴികളിലാണ്. എന്നിട്ട് പറയണം എന്ത്? ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ. ഏതുവരെയാണിത്? നിങ്ങളോട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നതും നിങ്ങളുമായി ഞങ്ങൾക്കുള്ള എതിർപ്പും ഏതുവരെയാണ്? അത് ഇതുവരെയാണ്. ഏതുവരെ? അത് ഏതുവരെയാണ്? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ. വിശ്വസിച്ചു കഴിഞ്ഞാലോ ഞങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ബന്ധവുമില്ല. ഇനി വിശ്വസിക്കാതിരുന്നാലും ഞങ്ങൾ നിങ്ങളോട് നല്ല നിലക്ക് നിൽക്കും. അതെപ്പോഴാ? അത് ഈ ഇതേ അധ്യായം സൂറത്ത് മുംതഹന ശരിക്കും വായിക്കണം എന്ന് പറയുന്നത്. ഇത് പ്രഖ്യാപിച്ച സൂറത്ത് മുംതഹനയിലെ മറ്റൊരു വചനം. ഇത് 4-ാമത്തെ വചനാണ്. 8-ാമത്തെ വചനം. ഖുർആനാണല്ലോ നമ്മുടെ മാർഗദർശനം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. എല്ലാവരും ഓർക്കുക, ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക്. 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. അവിടെയാണ് ലാ യൻഹാകുമുല്ലാഹ്. ഇത് 8-ാമത്തെ വചനമാണ്. 60-ാം അധ്യായം സൂറത്ത് മുംതഹനയിലെ 8-ാമത്തെ വചനമാണ്. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്താ പ്രശ്നം? മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും. അടിവരട്ട് ആ മാതൃഭാഷയുടെ അല്ലെങ്കിൽ ആ പരിഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അറബി എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി പാലിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. അയൽവാസി ബിംബാരാധകനാണ്, അല്ലെങ്കിൽ കുരിശാരാധകനാണ്, അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മൊയ്തീൻ ആരാധിക്കുന്ന ഒരാളാണ്, ആയിക്കോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ എന്തേ അല്ല പറഞ്ഞു? അവര് നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ നിങ്ങളോട് അവർക്ക് ശത്രുതല്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് അവരെ ആദർശത്തിന്റെ പേരിൽ നിങ്ങളെ പുറത്താക്കുന്നില്ല എങ്കിൽ അവരുമായി നിങ്ങൾക്കൊരു പ്രശ്നമില്ല. അൻചബറൂഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്തോളൂ, നിങ്ങൾ അവരോട് നല്ല നിലയിൽ നിന്നോളൂ, അവരോട് നീതിയോടുകൂടി പ്രവർത്തിച്ചോളൂ. അത് അള്ളാഹു നിങ്ങൾക്ക് വിലക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി പാലിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് ശണ്ട കൂടാത്ത ഭാസ്കരനോട് നിങ്ങൾ നീതി പാലിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഭാസ്കരനോട് നീതി പാലിച്ചതിന്റെ പേരിൽ റബ്ബിന് നിങ്ങളോട് ഇഷ്ടമാണ്. ഇപ്പൊ രണ്ടും ഒരധ്യായത്തിലാണ്. നേരെ മറിച്ച് എതിർത്തു നിൽക്കുന്നവരോ അത് അതിന്റെ തൊട്ട് താഴെ പറയാണ്. 60-ാം അധ്യായം സൂറത്ത് മുംതഹന 9-ാമത്തെ വചനം. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ.
അവിടെ അള്ളാഹ് തുറന്നു പറയാനെന്ത്? മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും, നിങ്ങൾ മുസ്ലിങ്ങളായി ഇസ്ലാമായി എന്നുള്ളതിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലെ സംഘപരിവാരങ്ങൾ. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഓരോ കാര്യങ്ങളും അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരുമായി നിങ്ങൾ മൈത്രി ബന്ധം പുലർത്താൻ അള്ളാഹ് നിങ്ങളോട് പറയില്ല. അങ്ങനെയുള്ളവരുമായി ആർക്കെങ്കിലും മൈത്രി ബന്ധം പുലർത്താൻ കഴിയുമോ? അങ്ങനെയുള്ളവരുമായി നിങ്ങൾക്ക് മൈത്രി ബന്ധമില്ല. മൈത്രി ബന്ധം ആരെയായിട്ടുള്ളത്? മതത്തിന്റെ പേരിൽ നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല. മറ്റേത് വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ആരാധനക്കാരൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കി, നിങ്ങൾ മദീനയിലേക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. അവിടെ വന്നിട്ടും അവർ നിങ്ങളെ ആക്രമിച്ചു. അതുകൊണ്ട് അവരോട് തിരിച്ചടിച്ചോളൂ എന്ന് ബദറിൽ പറഞ്ഞ രംഗം 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 39, 40, 41, 42. സഹോദരങ്ങളെ, അപ്പോ ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ആദർശപരമായി യാതൊരു കോംപ്രമൈസും ഒരു ഇസ്ലാമിക സമൂഹത്തിന് ഷിർക്കിന്റെ. ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബയില് മദനി ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ എത്രയൊക്കെ അത് ക്ലിക്ക് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 3 നുണ പറയേണ്ടി വന്ന രംഗം പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബയില്. അതിൽ ഒരു നുണ ഏതിലായിരുന്നു? ഷിർക്ക് വരാതിരിക്കാൻ, തൗഹീദിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിന്നു. എന്തായിരുന്നു? ഷിർക്കിന്റെ ഉത്സവത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് മാതൃക എന്താ? ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ ആഘോഷത്തിന്റെ ചോറ് തിന്നാൻ വിളിക്കുമ്പോ എനിക്ക് തീരെ പറ്റില്ല, പള്ളവേദനയാണ്, ഒന്നും തിന്നാൻ പറ്റൂല എന്നൊരു നുണ പറയാ. അത്രയും വലുതാണ് ഇത്. ഷിർക്ക് വരാതിരിക്കാനും. ഇത് മനസ്സിലായോ? ഈ കാര്യം വളരെ അത് ഗൗരവമായിട്ട് തന്നെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇബ്രാഹിം നബി ഒരു കളവ് പറഞ്ഞു പോയതിന്റെ പിന്നീട് ദുഃഖിക്കുന്നത് പോലെ എന്താണ്? ഒരു സത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ഇതര മതക്കാരുടെ ആഘോഷത്തെ പറ്റി നമ്മുടെ കാഴ്ചപ്പാടെന്താ? അത് നിങ്ങളല്ല നടത്തേണ്ടത്, ഞങ്ങളാ നടത്തേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി. നിങ്ങൾക്കുള്ള ചോറും സദ്യയും ഒക്കെ ഞങ്ങൾ ഒരുക്കി തരും. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ വന്നിട്ട് മിണിങ്ങിയാൽ മതി. ഇപ്പോ നമ്മുടേതാണ് എല്ലാ ആഘോഷവും, ബാക്കിയുള്ളതോ നിങ്ങളതല്ല, ഞങ്ങളാ നടത്തി തരേണ്ടി. ചില മുസ്ലിം സംഘടനകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതാരൊക്കെ നിങ്ങൾ എന്നോട് ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. നല്ല പത്തരമാറ്റി ഇസ്ലാമിന്റെ വാചകമൊക്കെ ഉള്ള ചില പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്കല്ല, അത് ഞങ്ങളുടെ ആഘോഷം, ഞങ്ങൾ നടത്തി തരും, അതിന്റെ ഫുൾ ചെലവ് ഞങ്ങളാണ്, നിങ്ങൾ വന്ന് തിന്നാം. നിങ്ങൾക്കുള്ള പുടവയും ഞങ്ങൾ തരും, നിങ്ങൾക്കുള്ള ഡ്രസ്സും ഞങ്ങൾ തരും, നിങ്ങൾക്കുള്ള ചോറും ഞങ്ങൾ തരും, നിങ്ങൾക്കുള്ള സാമ്പാറും ഞങ്ങൾ ഉണ്ടാക്കി തരും. ഇത് ഞങ്ങളുടെതും കൂടിയാണ്. അപ്പൊ ഇബ്രാഹിം നബിയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞതോ? അപ്പൊ ആ മാതൃക മുസ്ലിമിന് വേണ്ടേ? ആ മാതൃക അവിടെ ചില മുസ്ലിം സംഘടനകൾക്ക് വേണ്ടേ? ചിന്തിക്കും, പരലോകത്തെ ഓർത്ത് ചിന്തിക്കും. ഒരു കാര്യം ഓർപ്പിച്ചു, കണ്ണടഞ്ഞാൽ അല്ലാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടും. മലക്കുൽ മൗത്ത് വന്നിട്ട് റൂഹ് പിടിക്കുന്ന സമയത്തെ മനുഷ്യനോട് ബോധ്യപ്പെടും. പടച്ചോന് ഒന്ന് പിന്തിച്ചാൽ അവിടെ വിലപിച്ചിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഖുർആനിക വചനങ്ങൾ ശരിക്കും ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബം ഒരു ഖുർആനിക വചനങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അമ്മായിനെ, അബൂലഹബിനെ, അബൂ സുഫിയാനെ, അബൂജഹലിനെ ഒക്കെ വിളിച്ചൊരു രംഗം പറയുന്നുണ്ടല്ലോ. നബിയുടെ പ്രബോധനത്തിന്റെ തുടക്കം അത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഖുർആന്റെ വചന സൂറത്ത് ശുഅറാ ആണ്, 26-ാം അധ്യായമാണ്, 214-ാമത്തെ വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്, വല്ലാത്തൊരു ഖുർആന്റെ വചന. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. അമ്മായി, മൂത്തുമ്മ എല്ലാവരും നമ്മുടെ ആദർശത്തിലൊന്നുമല്ല. മദീനയെ വിളിക്കുന്നവരുണ്ട്, നേർച്ചക്ക് പോകുന്നവരുണ്ട്, ഹദ്ദാദ് റാത്തീബ് കഴിക്കുന്നവരുണ്ട്, നബിദിനം കഴിക്കുന്നവരുണ്ട്, ദർഗയിൽ പോയിട്ട് അവിടെ തന്നെ കൂടുന്നവരുണ്ട്, ഒരു കാല് വെച്ചെത്തിയപ്പോൾ ഒരു ഷെയ്ഖിനെ വിളിക്കുന്നവരുണ്ട്, ഒരു തൊട്ടിലാട്ടുമ്പോൾ തൊട്ടിലഴിഞ്ഞ് താഴെ വീണ എന്റെ ബദരീങ്ങളെ എന്റെ കുട്ടി എന്ന് പറയുന്നവരുണ്ട്. എല്ലാം ഉണ്ട് നമ്മുടെ സമുദായത്തിൽ, അല്ലേ? ആ ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിന്റെ ഏറ്റവും അടുത്ത കുടുംബത്തോട് നീ ആദർശം പറ? അപ്പൊ ഒന്നാമതായ ഒരു പ്രബോധകൻ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ള എന്താണ്? നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളോട്. അത് ഭാര്യയോട് പറയേണ്ടി വരും, മക്കളോട് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസത്തെ ഖുതുബയിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പദം മദനി പ്രസംഗിച്ചോ? കാഫിറിന്റെ കൂടെ ജീവിക്കേണ്ട ഒരു ഗതികേട് മുസ്ലിം വനിതക്ക് വന്നിട്ടുണ്ട്, അല്ലെ മുസ്ലിം വനിതയുടെ കൂടെ ജീവിക്കേണ്ട ഒരു ഗതികേട് ഭർത്താവ് ജീവിതത്തിൽ നിസ്കാരല്ലേ? കാഫിറിന്റെയും മുഅ്മിന്റെയും ഇടക്കുള്ള ശരിക്കുള്ള കരാറാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അനുഭവിക്കുന്ന അത്ര വേദനകൾ കുടുംബത്തിൽ മക്കൾ പറഞ്ഞാൽ തീരെ കേൾക്കില്ല. അതിൽ ഏറ്റവും അത്ഭുതമാണ്, സമയക്കുറവുണ്ട് ഞാൻ പറയണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാന്ദർഭികമായിട്ട് പറയാണ്,
നിങ്ങള് മക്കാമി ഇബ്രാഹിമിന്റെ പിറകിൽ നിന്ന് 2 റക്അത്ത്, ശരിക്കും മക്കാമി ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹ് എന്താ പറഞ്ഞു? ഫീഹി ആയാത്തിൻ ബയ്യിനാത്തിൻ മക്കാമു ഇബ്രാഹിം. എന്തേ അത് ദൃഷ്ടാന്തായത്? ഇബ്രാഹിം നബി കേറി നിന്ന കല്ല് എന്തേ ദൃഷ്ടാന്തായത്? അതൊരു ഗൗരവമായ ആലോചനയും. ഇബ്രാഹിം നബി കേറി നിന്ന കല്ല് ദൃഷ്ടാന്താകാൻ ഒരു കാരണമുണ്ട്. അതായത് ഇസ്മായിൽ അലൈഹിസ്സലാം കല്ല് പാകപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. അത് ബാപ്പാന്റെ കയ്യിൽ കൊടുക്കും. ബാപ്പ വാങ്ങിയിട്ട് പടവ്. നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പൊ ഈ പള്ളിക്ക് ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരാളെയും കുറ്റം പറയല്ല. പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളിയിലെ കാളിയാരും ഈ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഒരു ചുമരിൽ കല്ല് വെച്ചിട്ടുണ്ടാവും. ഒരു നബി ഒരു ആരാധനാലയം ഉണ്ടാക്കുക. സാധാരണ നമ്മൾ നിന്നിട്ട് പണിയെടുപ്പിക്കുക ചെയ്യാം. നമ്മൾ പണിയെടുക്കലുണ്ടോ? ഇവിടെ ഒരു നബിയും നബീന്റെ മകനാണ് കഅബാലയം ഉണ്ടാക്കുന്നത്. ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബാപ്പാക്കും മകൻ. അപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മകൻ പള്ളി ഉണ്ടാക്കാനൊന്നും കൂടെ ഉണ്ടായിരുന്നു. ബാപ്പ ഉണ്ടാക്കിയ പള്ളിയിൽ ഓനൊന്ന് നിസ്കരിച്ചാൽ മതിയായിരുന്നു. അത്രേ ഇപ്പം നമുക്ക് ആഗ്രഹം. അതിനെങ്കിലും അവനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലെ. ഇവിടെ ഇസ്മായിൽ നബി കല്ലെടുത്ത് കൊടുക്കുകയാണ്. ആ ബാപ്പയും മോനും തമ്മിലുള്ള സ്വരച്ചേർച്ച എത്ര വളരെ വലുതാണെന്ന് ആലോചിച്ചു. ആ ബന്ധം എത്ര വലുതാണ്. ഞാന് കഴിഞ്ഞ നോമ്പിന്റെ അവസാന 10 മക്കയിൽ പോയി. മിന കാണാൻ എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം. മിന കാണുമ്പോ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ ഒരു സംഭവത്തെ വീണ്ടും വീണ്ടും ഓർക്കാനാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ആ മിനാ തായ്വരയിലെ പർവ്വതം കയറി വരുന്നത്, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് വരുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. അതല്ലാത്തൊരു സംഭവം എന്താ ഉള്ളത്? ഇസ്മായിലിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുന്ന രംഗാണ്. അല്ലെ, ചെറിയൊരു ഭാഗം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടു. വളരെ ചെറിയ. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? നമ്മളിപ്പോ വലിയൊരുനാളും ഉളുഹിയത്തും ആടാണ് നമ്മളിവിടെ ഉളുഹിയത്തിന് 9750 രൂപയാണ് ഒരാൾ കൊടുക്കേണ്ടതിന് ഷെയറായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത്. 9750 രൂപ ഒരാടായതുകൊണ്ട് ഒരാടിന്റെ ഒരു വിഹിതമാണ് നാം പറയുന്നത്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യം തടിയും തൂക്കമൊക്കെ ഉള്ള നിങ്ങളുടെ ഒരു മകനോട് നമ്മൾ പറയണം, മോനെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടടാ, ഈ വലിയൊരുനാളിന് അന്ന അറക്കണം. ആരെങ്കിലും ഒരു ബാപ്പ അന്ന് ജീവിച്ചിരുന്ന ബാപ്പ മകനോട് പറയാണ്, എടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട് ഈ വലിയൊരുനാളിന് ആടിനറക്കരുത്, അന്ന അറക്കാനാണ് പടച്ചവന്റെ സ്വപ്നം കാണിച്ച. ഈ വെരുവിൽ വെച്ച് അയാൾ കള്ള കാക്ക ഇത്രയും കാലം പോയിട്ട് ഇറക്കിയ കൊട്ടേഷൻ പാർട്ടിനായിക്കോ ഞാൻ എൻ്റെ തലെടുക്കാൻ എന്നൊരു മക്കള്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറയുമോ, ഇബ്രാഹിം നബിനോട് ആ മകൻ പറയുന്നുണ്ട്, എന്നെ അങ്ങേയറ്റത്തെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം, എന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഒരു രംഗം. എന്തുകൊണ്ടായിരിക്കാന്ന് അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചു? ഈ സംഭവം നമ്മൾ ഇങ്ങനെ പറയും. ഇത്ര അനുസരണ ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം? 2 കാരണങ്ങളാണ്. അത് നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റും. 2 കാരണങ്ങളാണ്. ആ കാരണം എന്താന്ന് ചോദിച്ചാല് നോക്കൂ, ആ കാരണം ഒന്ന് 37-ാം അധ്യായം സൂറത്ത് സാഫാത്താണ് 100-ാമത്തെ വചനം. 37-ാം അധ്യായം 100-ാമത്തെ വചനം. അവിടെ പ്രാർത്ഥിക്കാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ ഒരു സ്വാലിഹായ കുട്ടിനെ തരണേ. അതാണ് അതിന്റെ 1-ാമത്തെ കാര്യം. നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല അറിയോ? കുട്ടികളെ തരണേന്ന് നമ്മൾ ദുആ ചെയ്യാം. ഒരു സ്വാലിഹായ കുട്ടിനെ തരണേന്ന് പലപ്പോഴും നമ്മൾ ദുആ ചെയ്തിട്ടില്ല. ഓരോരുത്തരും ഓർത്ത് നോക്കി. ഏറ്റവും ബെറ്ററായ ഒരു മോനെ മോളെ തരണേ. പക്ഷേ കുട്ടികളെ വേണം എന്നല്ലേ പറയും. കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല സ്വാലിഹായ മോനാകണം. എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ടാവും. ആ ദുആന്റെ റിസൾട്ടാണ് അത്. ഒന്ന്. രണ്ടാമത്തെ എന്താ അറിയോ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ബാപ്പാരുണ്ട്. ഞാനും ഒരു ബാപ്പയാണ്. 11 മക്കളുടെ മസൂലിയത്തുള്ള ഒരു പിതാവാണ് ഞാൻ. എന്നെ കണ്ടിട്ട് ഞാനിപ്പോ എന്റെ മോനോട് പറയണം, അബ്ദുള്ളനോട് പറയാണ്, ബാപ്പ നിന്നെ അറക്കാൻ പോവാണ്, അള്ള സ്വപ്നത്തിൽ കാണിച്ചാണെന്ന്. നിന്റെ മോൻ എന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കണമെങ്കിൽ എന്ത് വേണം എന്നറിയാം. എന്നെ കണ്ടതു മുതൽ ഞാൻ ആരാണ് എന്നൊരു മകൻ ഉൾക്കൊള്ളാൻ കഴിയണം. ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. എന്റെ ബാപ്പ എന്നെ അറക്കണം എന്നൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബാപ്പാക്കല്ല, അതിന്റെ ഖൈർ എനിക്കാണ്. കാരണം എന്റെ ബാപ്പ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഖൈറിലല്ലാതെ ഒരു ശർറിൽ കലാശിക്കുകയില്ല. കാരണം ജീവിതത്തിലുടനീളം എനിക്ക് ലോകത്തൊരു മാതൃക ഉണ്ടെങ്കിൽ അത് എന്റെ ബാപ്പയാണ്. അങ്ങനെ ഒരു ബാപ്പാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു മാതൃകയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ മകനെ നിങ്ങൾ അറക്കുക എന്ന് പറഞ്ഞാൽ ഓൻ വെച്ചു പെരുക്കുക. അത് കഴിയാത്ത കാലത്തോളം ഒരു വടിയെടുത്തടിച്ച സ്റ്റേഷനിൽ പോയി നിങ്ങളെ പറ്റി
ഇന്നത്തെ കാലത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമ്മൾ കടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കല്ലിങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഈ കഅബത്തിന്റെ ഉയരം എല്ലാവർക്കും അറിയാലോ, ആ ഉയരത്തിൽ ഇബ്രാഹിം നബിയുടെ വലിപ്പം അനുസരിച്ച് ഇബ്രാഹിം നബി കല്ല് വെച്ചു. ഇനിയൊരു കല്ല് വെക്കണമെങ്കിൽ കേറി നിൽക്കണം. അതിന് കല്ലില്ല, ഉള്ളതൊരൊറ്റ കല്ല. ആ കല്ലുമല കേറിയിരിക്കുന്നത്. ആ കല്ല് ഇസ്മായിൽ അലൈഹിസ്സലാം ചുമന്നു കൊണ്ടേ കൊടുത്ത കല്ലുമാണ്. ആ കല്ലിന്റെ മുകളിലാണ് ഇബ്രാഹിം നബി കയറി നിൽക്കുന്നത്. ആ ഉയരം വെച്ചതാണ്. നമ്മളിന്ന് ഉയരം വെക്കണ പോലെ ഉയരം വെച്ചത്. ആ കല്ല് ഇനി പൊന്താതെ അടുത്ത കല്ല് വെക്കാൻ പറ്റില്ല കഅബാലയത്തിന്. ഫീഹി ആയാത്തിൻ ബയ്യിനാത്തിൻ. എന്താണ് ദൃഷ്ടാന്തം? ആ കല്ല് ഇബ്രാഹിം നബി കയറി നിൽക്കും, കല്ല് മകൻ എടുത്തു കൊടുക്കും. ആ കല്ലിങ്ങനെ പിടിക്കുന്ന സമയത്ത് താഴെയുള്ള കല്ല് ലിഫ്റ്റ് പൊന്തുന്ന മാതിരി ഇങ്ങനെ പൊന്തും സ്വയം. എന്നിട്ട് അതിന്റെ ഉയരത്തിലെത്തിയാൽ ആ കല്ല് ഫുൾ സ്റ്റോപ്പ് ആവും. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് കഅബാലയം പടുക്കും. പിന്നെ ലിഫ്റ്റ് താകുന്ന പോലെ ആ കല്ല് താങ്ങും. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ദൃഷ്ടാന്തം. എങ്ങനെ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ആ കല്ല് സ്വയം ഇങ്ങനെ ഉയരും. എന്നിട്ടത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ, അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്താക്കി. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു അത്ഭുതം അവിടെയുണ്ട്. ആ 25,000 കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. ജിബ്രീലിന്റെ കൂടെ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തൗഹീദിന് വേണ്ടി മാത്രം. ആ തൗഹീദും അതുമായി ബന്ധപ്പെട്ട പ്രബോധനവും ചരിത്രത്തിൽ വളരെ ഗംഭീരമാണ്. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തിയ ആ കഅബാലയം എന്തിനു വേണ്ടി എന്ന ചോദ്യം നമ്മൾ ഇവിടെ വെക്കുകയാണ്. ബാക്കി അടുത്ത വെള്ളിയാഴ്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഒരു യാത്ര നിങ്ങൾ ശരിക്കും പോയാൽ അത്ഭുതകരമായ ദഅവത്തിന്റെ രീതിശാസ്ത്രം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത കുടുംബത്തോട് തൗഹീദ് പറയൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി തൗഹീദി പ്രബോധനം ആരംഭിക്കുന്നത് ഉപ്പയിൽ നിന്നാണ്. ഉപ്പയിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ച ഒരു ദഅവത്തിന്റെ ചരിത്രമാണ് തുടർന്നുള്ള വാചകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് അതിലേക്ക് കടക്കാം. നാം ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നാം പ്രവാചകന്മാരെ മോഡലാക്കുന്നുണ്ടോ എന്ന കാര്യം, അതാണ് നമ്മുടെ മോഡൽ. അല്ലാതെ ദുനിയാവിൽ കുറെ ആളുകൾ, പല ടൈപ്പ് ആളുകൾ, അവരൊന്നും നമ്മുടെ മാതൃകയല്ല. നമ്മുടെ മാതൃക ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനയാണ്. അല്ലാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പരിശുദ്ധ കഅബാലയവും അതിന്റെ ഏകത്വവും, അവിടെ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഹജ്ജ് കർമ്മത്തിനും ആളുകൾ പോകും. ഇനിയും ഒരുപാട് ആളുകൾ പുറപ്പെടാനിരിക്കുന്നു. കുറെ ആളുകൾ പുറപ്പെട്ടിരിക്കുന്നു ആ ബൈത്തുൽ അതീഖിലേക്ക്, വലിയ പുരാതനമായ ഭവനത്തിലേക്ക്. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ദുആ അത് നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. ബലിപെരുന്നാള് നമ്മളിലേക്ക് സമാഗതമാകുന്നു. അപ്പോൾ ഉദ്ഹിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിന്റെ 37 പറയുന്നുണ്ട്, നിങ്ങൾ അറക്കുന്ന ഉരുവിന്റെ മാംസമോ രക്തമോ അല്ലാഹുവിൽ എത്തുകയില്ല, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ തഖ്വയാണ് അല്ലാഹുവിലേക്ക് എത്തുക. നിങ്ങളുടെ മനസ്സിൽ എത്ര തഖ്വയുണ്ട്. അല്ലാതെ നിങ്ങൾ അറക്കുന്ന ഉരുവിന്റെ തൂക്കമോ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അതൊന്നും അല്ലാഹുവിന് വിഷയമല്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ തഖ്വ എത്രയുണ്ട്, സൂക്ഷ്മത എത്രയുണ്ട്, ആ സൂക്ഷ്മത അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും വിധിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്ക് വേണ്ടി CRE, അതായത് നിരന്തരമായി തുടരുന്ന മതപഠനം, അതാണ് CRE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ 11:30 വരെ ഇവിടുത്തെ സെന്ററിൽ വെച്ചാണ് CRE ക്ലാസ് നടക്കുന്നത്. അക്കാര്യം എല്ലാവരും ഓർക്കുക. ആടിന് ഉദ്ഹിയത്തിന്റെ ഓഹരി ഞാൻ പറഞ്ഞു 9,750 രൂപയാണ്. അത് ഒരു പ്രധാനമായ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു കളക്ഷൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഗൾഫിലൊക്കെ ആയിരുന്നു, നന്നായി അധ്വാനിച്ച ആളായിരുന്നു. പക്ഷെ ഉദര സംബന്ധമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വലിയൊരു സർജറി ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടിയാണ്, ഒരു ഫാമിലിക്ക് വേണ്ടിയാണ്
അദ്ദേഹത്തിന് ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. നെക്സ്റ്റ് വീക്കിൽ അവരുടെ സർജറിയാണ്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. പിന്നെ മക്കളെയൊക്കെ പോറ്റാൻ കുറച്ച് കടബാധ്യതകളും ബുദ്ധിമുട്ടുകളായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകനും കൂടിയാണ്. എനിക്ക് പരിചയമുള്ള, നന്നായി പരിചയമുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. മനസ്സറിഞ്ഞ് എല്ലാവരും ഈ പുണ്യമായ ദുൽഹജ്ജ് പിറന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഏത് അമലിനും ഇരട്ടി കൂലി തരുന്ന, പ്രതിഫലം തരുന്ന ഒരു സന്ദർഭത്തിൽ ആ സ്ത്രീയെ ഓർത്തുകൊണ്ടും അവരുടെ കുഞ്ഞിന്റെ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടും, സ്വന്തമായി വീടില്ല, ഒരു തുണ്ട് ഭൂമിയില്ല, ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, ഒരുപാട് കഷ്ടപ്പാടുകൾ, പെണ്ണുങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തു, സുഖമില്ലാത്ത അമ്മ, സുഖമില്ലാത്ത ഉപ്പ, എല്ലാവരും ട്രീറ്റ്മെന്റിനും ഓടി നടന്നിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു തുക തരണം. ഇനി ആരെങ്കിലും ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുത്തുബക്കേഷൻ തരും ചെയ്യും. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷയത്തിലും നല്ല മാതൃകകളാകാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും അവരുടെ യാത്രാ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. സാമ്പത്തികമായി പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ലഘൂകരണം നൽകുമാറാകട്ടെ. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഈ രാജ്യം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ കൈകളിലേക്ക് അള്ളാഹു അതിനെ മാറ്റി നൽകുമാറാകട്ടെ. റബ്ബ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിനൽ അംവാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.